ഏയ് ഹലോ, ദേ 5 മണിക്കൊക്കെ അലാറം വെച്ചു. ദേ ഞങ്ങൾ ഇന്ന് ഒരു യാത്ര പോവുകയാണ്. അപ്പം കെട്ടിയാൽ നല്ല ഉറക്കം. അപ്പോൾ എനിക്കത് കണ്ടിട്ട് ചിരിയും വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ വേണ്ട അമ്മ അടുക്കളയിലൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു കട്ടനൊക്കെ എടുത്ത് ഞങ്ങൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ വണ്ടിയൊക്കെ ഒന്ന് നനച്ച് അത് കഴിഞ്ഞിട്ട് ഇറങ്ങാനായിട്ട് അമ്മ റെഡി ആയിട്ടുണ്ട്. ദേ നമ്മൾ ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയാണ്. എവിടെ പോയാലും നമുക്കൊരു ചെറിയ മഴയുണ്ട്. അപ്പോൾ ഏട്ടൻ ലിപ് ബാമൊക്കെ ഇട്ട് അത് കഴിഞ്ഞിട്ട് അമ്മ റെഡി ആയിട്ട് വീഡിയോസൊക്കെ എടുത്തോളാനൊക്കെ പറയുവാണ്. അങ്ങനെ അമ്മയുടെ കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കോളൊക്കെ ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞ് നമ്മൾ തൃശ്ശൂർക്കാണ് ഇന്ന് പോകുന്നത്. അപ്പോൾ സ്ഥിരം കെട്ടുവാനും ഭയങ്കര ദേഷ്യപ്പെട്ട പോലെ മുഖമൊക്കെ വെച്ചുകൊണ്ടിരിപ്പുണ്ട്. നമ്മൾ വീഡിയോ എടുക്കുന്നൊന്നും നോക്കാതെ പോലും ഇല്ല. എന്നാൽ ഒന്നും ചിരിക്കുക എടുക്കുക ഒന്നും ചെയ്യാത്ത ഒരു കെട്ടിയനാണ്. പോട്ടെ, സാരമില്ല. അപ്പം വേണ്ട അമ്മേനെ പുറയിലിരിക്കുന്ന അമ്മ അന്നേരം ഇടയ്ക്കൊക്കെ വീഡിയോസൊക്കെ എടുത്ത് എന്നാൽ പിന്നെ ഒന്ന് ചിരിച്ചേക്കാമെന്ന് പറഞ്ഞ് കാര്യമൊക്കെ പറഞ്ഞിരിക്കുകയാണേ. അങ്ങനെ നമ്മൾ ഇതേണ്ട കാലടി പാലമൊക്കെ കയറി കഴിഞ്ഞ് കാലടി എത്തിയിട്ടുണ്ട്. ഇന്ന് വലിയ ബ്ലോക്കൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല, സൺഡേ ആയിരുന്നു. പക്ഷെ എന്നാലും ബ്ലോക്കൊന്നും ഇല്ലാതെ നമ്മൾ പോയി. പക്ഷെ നമ്മൾ പകുതി എത്തിയപ്പോഴത്തേക്ക് ഒരു KSRTC വണ്ടി ഇടിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തേണ്ട നമ്മൾ നേരെ പോവുകയാണേ. അപ്പം എന്നിട്ട് നമ്മുടെ ഫ്രണ്ടിൽ കുടയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ മേടിക്കത്തില്ലെന്ന് അവർക്ക് മനസ്സിലായതുകൊണ്ടാന്ന് തോന്നുന്നു അവരങ്ങ് പോയി. അത് കഴിഞ്ഞ് ഏട്ടനിങ്ങനെ എന്തൊക്കെയോ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഒരു ചെറിയ വീഡിയോ എടുത്തിരിക്കുകയാണ്. അങ്ങനെ അതേണ്ട ചിറ്റയുടെ വീട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവരുടെ വീട്ടിലോട്ട് പോകുന്നതിൻ്റെ ആ ഒരു ലൊക്കേഷനാണിത്. നല്ല തണുപ്പൊക്കെ ആയിട്ട് ഒരു കാട്ടിക്കോടെ പോകുന്ന ഫീലൊക്കെ കിട്ടി. അങ്ങനെ നമ്മൾ ചിറ്റയുടെ നമ്മൾ ചിറ്റയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ചിറ്റയുടെ വീട്ടിലെത്തി അവിടുത്തെ ഇതാണ് വീടൊക്കെ കാണിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മുടെ അവിടുത്തെ ചേട്ടൻ ഇതാണ് നമ്മുടെ മണവാളൻ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. വേണ്ട അമ്മ ചെന്നിട്ട് കാര്യമൊക്കെ പറഞ്ഞ് അമ്മ സാരിയൊക്കെ പിടിച്ച് അപ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയായിരുന്നു വീട്ടിൽ. അപ്പം മണവാളൻ വന്ന് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഏട്ടനും നേരത്തെ തന്നെ കാറിൽ കയറി. എന്നിട്ട് ഏട്ടൻ്റെ ഒരു ചെറിയ വീഡിയോസൊക്കെ എടുക്കുന്നത് നോക്കി ഏട്ടൻ നിൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഞാൻ കയറിയിരുന്നു. അപ്പോൾ പെങ്കൊച്ചിന് അവിടുത്തെ ചടങ്ങനുസരിച്ച് അവിടെ കൊച്ചു ധാവണിയായിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ അതൊക്കെ ആയിട്ട് ഞാനും ഏട്ടനും കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പോകാനായിട്ട് റെഡിയായി. എന്നാൽ നമ്മുടെ മണവാളൻ്റെ വണ്ടി ഫ്രണ്ടിൽ പോയി അതിൻ്റെ ബാക്കിൽ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ദേണ്ട ഒരു പള്ളിയൊക്കെ കണ്ടപ്പോൾ എന്നാൽ പിന്നെ പള്ളിയുടെ വീഡിയോ ഒക്കെ എടുക്കാമെന്ന് ചോദിച്ചു. അങ്ങനെ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ. ഇവിടെയാണ് നമ്മളെ. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പം തന്നെ അവരുടെ ഫുഡൊക്കെ. അപ്പോൾ അമ്മ സാരിയൊക്കെ പിടിക്കുന്ന ഒരു വീഡിയോസ് ഒന്ന് എടുത്തിരിക്കാമെന്ന് വിചാരിച്ചു. കൊള്ളാമെന്നൊക്കെ ചോദിച്ച് ഓക്കെ ആക്കി. അങ്ങനെ കെട്ടിയനും ഞാനും കൂടെ അന്ന് ഒരു വീഡിയോ എടുത്ത് അത് കഴിഞ്ഞ് നമ്മൾ അവരുടെ ഹോളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ ഹോളിൽ ചെന്ന് ഇതാണ് ഹോള്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ മുല്ലപ്പൂവൊക്കെ പിടിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചൊക്കെ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്നു തുടങ്ങി. മണവാളൻ ഇവിടെ ഇരിപ്പുണ്ട്. അവരുടെ പെങ്കൊച്ചിൻ്റെ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗണപതിയുടെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പം ചെറിയൊരു വീഡിയോ ഒക്കെ എടുത്തു. ഇതാണ് മോതിരം ഇടൽ ചടങ്ങൊക്കെ നടന്ന് മോതിരം ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഫോട്ടോ സെക്ഷനൊക്കെ ആയി. ഫോട്ടോസൊക്കെ ഓരോരുത്തരൊക്കെ ഫാമിലീസൊക്കെ കയറി നിന്ന്. അത് കഴിഞ്ഞ് ബിരിയാണി ആയിരുന്നു. ബിരിയാണിയൊക്കെ കഴിക്കാനായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ കയറി. അമ്മയുണ്ട്, ഞാൻ, ഏട്ടന്, പിന്നെ ഫാമിലിയിലുള്ള എല്ലാവരും കൂടെ കയറി കഴിച്ചു. അത് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീം. അപ്പോൾ എല്ലാവരും കൂടെ ഐസ്ക്രീമൊക്കെ തിന്ന് അപ്പോൾ വീഡിയോസിലോട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഞാനും ഏട്ടനും മാത്രമേ ഉണ്ടായുള്ളൂ. അമ്മയാണെങ്കിൽ അനിയൻ്റെ കൂടെ കയറിപ്പോയി. അപ്പം ഞങ്ങൾ രണ്ടും കൂടെ ഇങ്ങനെ പൊക്കോണ്ട് അവിടുന്ന് പോരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ എയർപോർട്ടിൽ കയറി ഫ്ലൈറ്റൊക്കെ പൊങ്ങുന്നത് കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഏട്ടനൊരു ഫ്ലൈറ്റ് പൊങ്ങുന്നതൊക്കെ കാണിച്ച് തന്ന് അത് കഴിഞ്ഞിട്ട് ഞങ്ങളണ്ട് തിരിച്ച് വീട്ടിലോട്ട് പോരുന്ന വഴിക്ക് ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.